നമസ്കാരം. കരൂരിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമോ? വെട്രിക്കഴകം റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരപരാധികളുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. എങ്ങും കണ്ണീരും നിലവിളികളും മാത്രം. ലക്ഷങ്ങൾ കിട്ടിയാൽ ഒരു മനുഷ്യജീവന് തുല്യമാകുമോ? പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് പ്രധാന ആരോപണം. ജനങ്ങളുടെ ജീവനോ അതോ താരപ്പൊലിമയോ പ്രധാനം? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടോപ് 10ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. കരൂർ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം തുടങ്ങി. മരണം 40ആയി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു വിജയ് ഉടൻ അറസ്റ്റ് ചെയ്യില്ല. TVKയ്ക്ക് അനുകൂല തരംഗമുണ്ടാക്കേണ്ടെന്ന നിലപാടിൽ DMKയും സർക്കാരും. ഗൂഢാലോചനയുണ്ടെന്ന പരാതിയിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ TVKയുടെ ഹർജി. വിജയുടെ പര്യടനം റദ്ദാക്കണമെന്ന ഹർജി കോടതി പരിഗണിച്ചില്ല. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നാളെ നിയമസഭയിൽ. SIR സുതാര്യമായി നടപ്പാക്കണമെന്ന് സർക്കാർ. മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയം പ്രതിപക്ഷ പിന്തുണയോടെ പാസാക്കും. ശബരിമലയിൽ നിന്നും കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ പീഠം കണ്ടെത്തി. ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെടുത്തത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിലും ആരോപണങ്ങളിലും ദുരൂഹത. ഹൈക്കോടതിയിൽ വിജിലൻസ് നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. NSS ജനറൽ സെക്രട്ടറി കോൺഗ്രസിനെ വിമർശിച്ചത് തിരിച്ചടിയല്ലെന്ന് UDF. G. സുകുമാരൻ നായരെ നേരിൽ കാണുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സുകുമാരൻ നായർക്കെതിരെ കൂടുതൽ സ്ഥലങ്ങളിൽ ബാനർ. തിരുവല്ലയിൽ ചതിയൻ ചന്തുവായി വിശേഷിപ്പിക്കുന്ന ബാനറുകൾ സേവ് നായർ ഫോറത്തിന്റെ പേരിൽ. കാശ് മുടക്കിയാൽ ഏത് അലവലാദികൾക്കും ഫ്ലെക്സ് വെക്കാമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് 147 റൺസ് വിജയലക്ഷ്യം. പാകിസ്ഥാനെ തകർത്തത് 9 വിക്കറ്റ് നേടിയ സ്പിന്നർമാർ. ചെറുത്തുനിന്നത് അർദ്ധ സെഞ്ചുറി നേടിയ ഫർഹാനും ഫക്കാർ സമാനും മാത്രം. കുൽദീപ് യാദവിന് 4 വിക്കറ്റ്. രാജ്ഭവൻ പുറത്തിറക്കുന്ന രാജഹംസം ത്രൈമാസികയിലെ ലേഖനത്തോട് വിയോജിപ്പെന്ന് മുഖ്യമന്ത്രി. ആദ്യ പതിപ്പിലെ ആർട്ടിക്കിൾ 200-നെ കുറിച്ചുള്ള ലേഖനം സർക്കാരിന്റെ അഭിപ്രായമല്ലെന്ന് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ പരാമർശം മാസിക രാജ്ഭവനിൽ ശശി തരൂർ MPക്ക് നൽകി പ്രകാശനം ചെയ്യുന്നതിനിടെ രാജഹംസം സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പാലമായി വർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശശി തരൂർ MP. കോഴിക്കോട് കുറ്റിക്കടവിലെ പാലം ശോചനീയാവസ്ഥയിൽ. വീതി കുറഞ്ഞ പാലത്തിലൂടെയുള്ള യാത്ര അപകടകരമെന്ന് നാട്ടുകാർ. തകർന്ന കൈവരികൾ ജീവന് ഭീഷണി. മന്ത്രിമാരുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയില്ല. പ്രതിഷേധം കടുപ്പിക്കാൻ പ്രദേശവാസികൾ. ടോപ് 10 സ്പെഷ്യൽ. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കും. ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ജനങ്ങളുമായി സംവദിക്കാനുള്ള CM വിത്ത് മീ എന്ന പരിപാടിയുടെ ഉദ്ഘാടനം നാളെ. പരാതികൾ മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കും. ലഡാക്ക് പൂർവ്വസ്ഥിതിയിലേക്കെന്ന് കേന്ദ്ര സർക്കാർ. നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയേക്കും. ലഡാക്കിലെ ജനതയെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും BJPയും RSSും ആക്രമിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. ഭീഷണിപ്പെടുത്തൽ അവസാനിപ്പിക്കണമെന്നും ആവശ്യം. സ്റ്റോറി ഓഫ് ദ ഡേ. പൂത്തൊലഞ്ഞ് പൂത്തറയ്ക്കൽ പാടം.
വാർത്തകൾ വിശദമായി സമഗ്രമായി നോക്കാം. രാജ്യത്തെ നടുക്കി നടൻ വിജയ് പങ്കെടുത്ത കരൂർ റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ 40ആയി. 1.5 വയസ്സുള്ള കൈക്കുഞ്ഞടക്കം 9 കുട്ടികളും 17 സ്ത്രീകളുമാണ് മരിച്ചത്. തിക്കിലും തിരക്കിലും പരിക്കേറ്റ 17 പേരുടെ നില ഗുരുതരമാണ്. 111 പേർ ചികിത്സയിലുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. TVK നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അതേസമയം ദുരന്തത്തിൽ പ്രതികരിക്കാതെ വിജയ് മടങ്ങിയത് വിവാദത്തിലായി. ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് തമിഴ്നാട്. TVK അധ്യക്ഷൻ വിജയും സംഘവും ഉച്ചയോടെ കരൂരിലെത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. എങ്കിലും രാത്രി 7 മണിയോടെയാണ് വിജയ് അവിടെ എത്തിയത്. തങ്ങളുടെ പ്രിയ നായകനെ കാണാൻ കാത്തുനിന്ന് അവശരായിരുന്നു ജനങ്ങൾ. 10,000 പേരെ പ്രതീക്ഷിച്ച സ്ഥലത്ത് അതിനപ്പുറം ആളുകൾ ഒഴുകിയെത്തിയത് സംഘാടകർക്കും പോലീസിനും നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല. സ്ഥലത്ത് കുടിവെള്ളവും ലഭ്യമായിരുന്നില്ല. ആളുകൾ വെള്ളം ആവശ്യപ്പെട്ടതോടെ തന്റെ ക്യാരവാനിൽ നിന്ന് വിജയ് വെള്ളം നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വിജയുടെ വരവ് വൈകിയതോടെ വിജയ് ഉള്ള സ്ഥലത്തേക്ക് ആൾക്കൂട്ടം നീങ്ങി. ഇത് തിക്കിലും തിരക്കിലും കലാശിച്ചതും വൻ ദുരന്തത്തിലേക്ക് വഴിവെച്ചു. ആംബുലൻസിന് പോലും വരാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ അപകടത്തിൽപ്പെട്ട ആളുകളെ എടുത്തുകൊണ്ടു പോകേണ്ട അവസ്ഥയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രിയിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സന്ദർശിക്കുകയും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ നടന്നിട്ടില്ലാത്ത സംഭവമെന്നും വിവരിക്കാനാകാത്ത ദുരന്തമെന്നും MK സ്റ്റാലിൻ പ്രതികരിച്ചു. நீதிபதி தலைமையில ஆணையம் அமைக்கப்பட்டிருக்கு. அந்த ஆணையம் விசாரிச்சு முழுமையா சொல்லும். இதுக்கிடையில நீங்க கேட்கிற மாதிரி அரசியல் நோக்கத்தோடு எதையும் சொல்ல நான் விரும்பல. திருப்பி தான் சொல்ல போறேன். ஆனா ஆணையம் அதுக்காக அமைச்சிருக்கிறோம். அந்த ஆணையத்தின் மூலமாக உண்மை வெளிவரும். അത് ഉണ്മ വെളിവരുന്നവർ നിശ്ചയமாக ഉரிய നടപടിക്ക് എടുക്കപ്പെടും. അതേസമയം മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ നടൻ വിജയ് പ്രതികരിക്കാത്തത് വിവാദമാവുകയാണ്. എന്റെ ഹൃദയം തകർന്നു. സഹിക്കാനാകാത്ത പറഞ്ഞറിയിക്കാനാകാത്ത വേദനയിൽ ഉള്ളം പിടയുകയാണ്. പരിക്കേറ്റവർക്ക് ഉടൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനാകട്ടെ എന്നാണ് എക്സിൽ വിജയ് കുറിച്ചത്. വിജയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് DMK അടക്കമുള്ള പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിക്കുകയും ഏത് സാഹചര്യത്തിലും സഹായിക്കാൻ കേരളം തയ്യാറാണ് എന്ന് MK സ്റ്റാലിന് കത്തുമെഴുതി. ന്യൂസ് ഡെസ്ക് അമൃത TV. കരൂരിലെ ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു. വിജയ്ക്കെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചില്ല. TVK അധ്യക്ഷൻ വിജയ് നയിക്കുന്ന റാലികൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട അപകടത്തിൽ പരിക്കേറ്റവരാണ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിജയ് നയിക്കുന്ന റാലിക്ക് ADGP അനുമതി നൽകരുതെന്നും ഹർജിയിലുണ്ടായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ സെന്തിൽ കണ്ണനാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹർജി ഇന്ന് പരിഗണിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതിനിടെ ഇന്നലെയുണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു. ജസ്റ്റിസ് അരുണ ജഗദീശൻ സംഭവസ്ഥലം സന്ദർശിച്ചു. നടൻ വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും DMKയും CPMഉം രംഗത്തെത്തി. എന്നാൽ അറസ്റ്റിന് തിടുക്കം വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ദുരന്തത്തിന് പിന്നിൽ ചതിയും അട്ടിമറിയും നടന്നിട്ടുണ്ടെന്നും BJP ആരോപിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. TVK ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, ജോയിന്റ് സെക്രട്ടറി എന്നിവരെ കേസിൽ പ്രതി ചേർത്തു. സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് TVK ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപകടത്തിൽ സ്വമേധയാ കേസെടുക്കണമെന്നാണ് ആവശ്യം. മധുര ബെഞ്ച് ഹർജി നാളെ പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. അപകടത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഹർജിയിൽ പറയുന്നത്. റാലിക്കിടെ പോലീസ് ലാത്തി വീശിയെന്നും ദുരന്തം നടക്കുന്നതിന് തൊട്ടുമുൻപ് റാലിക്കു നേരെ കല്ലേറുണ്ടായെന്നും TVK പറയുന്നു. TVKയുടെ വാദങ്ങൾ തള്ളി ADGP രംഗത്തെത്തി. കരൂരിൽ കല്ലേറും ലാത്തിചാർജും ഉണ്ടായിട്ടില്ലെന്ന് ADGP വ്യക്തമാക്കി. പ്രവർത്തകരെ പോലീസ് കൈകൊണ്ട് തള്ളിമാറ്റുകയാണ് ചെയ്തത്. TVK മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചിരുന്നു. വിജയ് ചട്ടങ്ങൾ ലംഘിച്ചോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. യുവാക്കൾ പോലീസ് നൽകിയ നിർദ്ദേശം പാലിച്ചില്ല. പോലീസിന്റെ നിർദ്ദേശം പാലിക്കാത്തതാണ് അപകടത്തിന് കാരണം. എന്നാൽ പവർ കട്ട് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി നൽകിയില്ല. ദുരന്തത്തിൽ മരിച്ചവർക്ക് വിജയ് ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും നൽകും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ച് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ. கமிஷன் அமைக்கப்பட்டிருக்கு. எனக்கு கிடைத்த தகவல்படி அவங்க மதியம் 1 மணிலேருந்து 1:30 மணி அளவில் இந்த கரூருக்கு வர இருக்கின்றாங்க. மருத்துவமனைக்கு வந்து ஒவ்வொரு
பேஷண்ட்டுக்கிட்டையும் அவங்களோட கருத்துக்களை பதிவு செய்வாங்க. அது மாதிரி நேற்று அந்த விபத்து நடந்த இடத்துக்கும் அவங்க செல்ல இருக்கிறாங்கன்னு நான் நம்புகிறேன். எனவே அவங்க கொடுக்கக்கூடிய அந்த கமிஷன் அந்த ரிப்போர்ட்டுக்கு தகுந்தபடி முதலமைச்சர் அவர்கள் நிச்சயம் சட்டப்பூர்வமான நடவடிக்கைகளை விரைவு எடுப்பார்கள். തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേരള നിയമസഭ നാളെ പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കും. SIR സുതാര്യമായി നടപ്പാക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണയ്ക്കും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് നാളെ നിയമസഭ പ്രമേയം പാസാക്കാൻ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. പ്രതിപക്ഷവും പ്രമേയത്തെ പിന്തുണയ്ക്കും. SIR സുതാര്യമായി നടപ്പാക്കണമെന്നതാണ് സർക്കാരിന്റെ ആവശ്യം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ SIR നടപ്പാക്കുന്നത് നീട്ടിവെക്കണമെന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. സർവകക്ഷി യോഗത്തിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കുകയായിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അപ്രായോഗികമാണെന്നും 50 ലക്ഷത്തോളം പേർ പുറത്താകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞിരുന്നു. 2026 അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഈ വർഷം അവസാനം SIRന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനം. വിദേശ അനധികൃത കുടിയേറ്റക്കാരുടെ ജനനസ്ഥലം പരിശോധിച്ച് അവരെ ഒഴിവാക്കുക എന്നതാണ് തീവ്ര പരിഷ്കരണത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. 2002 വോട്ടർ പട്ടിക ആസ്ഥാനമാക്കിയാണ് പുതുക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിൽ നിന്നും കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ പീഠം കണ്ടെത്തി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നുമാണ് പീഠങ്ങൾ കണ്ടെത്തിയത്. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നുമാണ് പീഠങ്ങൾ കണ്ടെത്തിയത്. വഴിപാടായി നൽകിയ പീഠങ്ങൾ കാണാനില്ലെന്ന് കാണിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പരാതി ഉന്നയിച്ചത്. ശബരിമലയിൽ ലഭിച്ച ഉരുപ്പടികൾ മഹസറിൽ രേഖപ്പെടുത്തുന്നതിൽ ദേവസ്വം ബോർഡിനും വീഴ്ച സംഭവിച്ചു. 2019 സ്വർണം പൂശിയതിനു ശേഷം 2021 രണ്ടാമതായി സമർപ്പിച്ച ശില്പത്തിന്റെ പീഠമാണ് കാണാനില്ലെന്ന് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി ഉന്നയിച്ചത്. ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി മാറ്റിയപ്പോഴായിരുന്നു ഇത്. ഇക്കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് പരാതിക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തിയത്. പീഠം നിർമ്മിച്ച വാസുദേവന്റെ പുളിമാത്തെ വീട്ടിലുണ്ടായിരുന്ന പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് മുമ്പ് വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിലെത്തിച്ചത്. വിജിലൻസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വാസുദേവനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കാര്യം പറഞ്ഞത്. ഈ മാസം 13-നാണ് പീഠം വെഞ്ഞാറമൂട്ടിലെത്തിച്ചത്. തുടർന്ന് സഹോദരിയുടെ വീട്ടിലെത്തിയ വിജിലൻസ് സംഘം പീഠം കസ്റ്റഡിയിലെടുത്ത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. ഇക്കാര്യത്തിൽ വിജിലൻസ് നാളെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. പീഠം എവിടെയെന്ന് പരാതി പറയുമ്പോൾ തന്നെ ഇത് എവിടെയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു എന്നത് ദുരൂഹമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ശബരിമലയിലേക്ക് വഴിപാടായി ലഭിച്ച പീഠത്തിന്റെ വിവരം ദേവസ്വം ബോർഡ് മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. 2021 ശേഷം ഇത് എവിടെയെന്ന് അന്വേഷിക്കാനും ദേവസ്വം ബോർഡ് തയ്യാറായില്ല. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന എല്ലാ ഉരുപ്പടികളും മഹസറിൽ രേഖപ്പെടുത്തണമെന്നാണ് ചട്ടം. ഇക്കാര്യത്തിലാണ് അന്നത്തെ ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അയ്യപ്പ സംഗമം കോൺഗ്രസ് ബഹിഷ്കരിച്ചതല്ലെന്ന് രമേശ് ചെന്നിത്തല. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റ് പിൻവലിക്കുക, നാമജപ ഘോഷയാത്ര നടത്തിയവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കുക എന്നിങ്ങനെയുള്ള 2 ആവശ്യങ്ങൾ സർക്കാരിന് മുൻപിൽ വെച്ചു. അതിൽ കൃത്യമായ മറുപടി തന്നിരുന്നുവെങ്കിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യം പരിഗണിക്കുമായിരുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞു. UDF മതേതര നിലപാടുമായി മുന്നോട്ടു പോകുമ്പോൾ LDF ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമല കാര്യത്തിൽ UDF എടുത്ത നിലപാട് ആലോചിച്ചെടുത്ത നിലപാടാണ്. ഞങ്ങൾ എന്നിട്ടും ബഹിഷ്കരിക്കാൻ പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? 2 കാര്യങ്ങളിൽ ഗവൺമെൻറ് വ്യക്തത വരുത്തണം. ഒന്ന്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് കൊടുത്ത സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കണം, അല്ലെങ്കിൽ അത് തിരുത്തണം. അതിനെപ്പറ്റി മുഖ്യമന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കണം. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിൽ 5 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്നും ഈ വിഷയത്തെ വ്യതിചലിപ്പിക്കാൻ ദേവസ്വം ബോർഡ് തന്നെ മെനഞ്ഞ നാടകമാണോ പീഠം കാണാതായ സംഭവമെന്നും BJP നേതാവ് V മുരളീധരൻ. കാണാതായ സ്വർണ്ണത്തെപ്പറ്റി ദേവസ്വം ബോർഡ് മിണ്ടുന്നില്ല. കൊള്ളയ്ക്ക് ദേവസ്വം ബോർഡ് കാവൽ നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 4.5 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട്
ദ്വാരപാലക ശില്പത്തിലെ പാളികൾ നഷ്ടപ്പെട്ടിട്ട് ഇത്രയും കാലം അതെന്തുകൊണ്ട് ശബരിമലയുടെ ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ ആരാണ് ഉത്തരവാദി എന്നുള്ളത് എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? സ്വർണ്ണപ്പാളി കാണാതായതിൻ്റെ 4.5 കിലോ സ്വർണത്തിൻ്റെ മോഷണവും കൊള്ളയും അത് മറച്ചു വെക്കാൻ വേണ്ടി പീഠം കാണാതായി എന്ന് പറഞ്ഞിട്ടൊരു കഥ പ്രചരിപ്പിച്ച് ഇപ്പോൾ പീഠം തിരിച്ചു കിട്ടി, അതോടുകൂടി പ്രശ്നം തീർന്നു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം ഈ ദേവസ്വം ബോർഡ് തന്നെ മെനഞ്ഞതാണോ എനിക്കറിയില്ല. തൃശൂർ മുരിങ്ങൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ തിരുവാഭരണ മോഷണത്തിൽ മേൽശാന്തി കണ്ണൂർ അഴീക്കോട് സ്വദേശി അശ്വന്ത് അറസ്റ്റിൽ. ശ്രീകോവിലിൽ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന 2 പവൻ 7 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ക്ഷേത്രത്തിൽ നിന്നുമെടുത്ത് ഇയാൾ ബാങ്കിൽ പണയം വെക്കുകയായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് മുരിങ്ങൂർ സ്വദേശി രാജീവ് ഉപ്പത്തിന്റെ പരാതിയിന്മേലാണ് കേസെടുത്തത്. 2020 ഫെബ്രുവരി 2-ാം തീയതിയാണ് പ്രതിയായ അശ്വന്ത് ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലിക്ക് കയറിയത്. അശ്വന്ത് എറണാകുളം ഉദയം പേരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തട്ടിപ്പ് കേസിൽ കൂടി പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. ശബരിമല വിഷയത്തിലെ സർക്കാർ അനുകൂല നിലപാടിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ബാനർ പ്രതിഷേധം തുടരുന്നു. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലും കൊടുമണ്ണിലുമാണ് ഇന്ന് പ്രതിഷേധ ബാനറുകൾ ഉയർന്നത്. കൊടുമണ്ണിൽ NSS മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച സുകുമാരൻ നായരുടെ ചിത്രങ്ങളും നശിപ്പിച്ചു. പത്തനംതിട്ടയിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ബാനർ പ്രതിഷേധം തുടരുകയാണ്. പെരിങ്ങര 1110 നമ്പർ NSS കരയോഗ കെട്ടിടത്തിന്റെ മുൻപിലും കരയോഗത്തിന് സമീപത്തെ ജംഗ്ഷനുകളിലുമാണ് ബാനറുകൾ ഉയർന്നത്. കൂടാതെ ഇന്ന് NSS മേഖലാ സമ്മേളനം നടന്ന പത്തനംതിട്ട കൊടുമണ്ണിലെ കരയോഗ കെട്ടിടങ്ങൾക്ക് മുന്നിലും സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധ ബാനർ പ്രത്യക്ഷപ്പെട്ടു. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച സുകുമാരൻ നായരുടെ ചിത്രങ്ങളും നശിപ്പിച്ചു. ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയുടെ ചിത്രം ഉൾപ്പെടുത്തിയ ബാനറുകളിൽ ചിലത് സേവ് നായർ ഫോറത്തിന്റെ പേരിലാണ്. പിന്നിൽ നിന്നും കാലുവാരിയ പാരമ്പര്യം നായർക്കില്ല. ശബരിമല അയ്യപ്പസ്വാമിയുടെ ആചാര സംരക്ഷണത്തിന് അണിനിരുന്ന ആയിരങ്ങളെ അപമാനിച്ച സമുദായ വഞ്ചകൻ NSS ജനറൽ സെക്രട്ടറി രാജിവെക്കുക. കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി നിരീശ്വരവാദികൾക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേട്. നായന്മാരെ ചതിച്ച ചതിയൻ ചന്തു തുടങ്ങിയ വാചകങ്ങളാണ് ബാനറുകളിലുള്ളത്. പത്തനംതിട്ടയിൽ വെട്ടിപ്പുറം കരയോഗ കെട്ടിടത്തിന് മുൻപിലാണ് ആദ്യമായി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധ ബാനർ ഉയർന്നത്. പിന്നാലെ കലഞ്ഞൂരിലും പ്രമാടത്തുമായി വിവിധ കരയോഗ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് ബാനറുകൾ ഉയരുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടാകാനാണ് സാധ്യത. അമൃത ന്യൂസ്, പത്തനംതിട്ട. NSS ജനറൽ സെക്രട്ടറിക്കെതിരെ കുട്ടനാട്ടിലും ബാനർ. മങ്കൊമ്പ് കോട്ടഭാഗം കരയോഗത്തിന് മുൻപിലാണ് പ്രതിഷേധ ബാനർ. കുടുംബകാര്യത്തിനായി സമുദായത്തെ ഒറ്റുകൊടുത്ത സുകുമാരൻ നായർ സമുദായത്തിന് അപമാനമെന്നാണ് ബാനറിൽ. ബാനർ വെച്ചതിൽ കരയോഗത്തിന് ബന്ധമില്ലെന്ന് ഭാരവാഹികൾ പ്രതികരിച്ചു. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സ് സ്ഥാപിക്കുന്നവരെ വിമർശിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ NSSനെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുമാണ്. കാശുമുടക്കിയാൽ ഏത് അലവരാധികൾക്കും ഫ്ലെക്സ് അടിച്ച് അനാവശ്യം എഴുതി വെക്കാം. ജി സുകുമാരൻ നായരുടെ നിലപാടുകളിൽ രാഷ്ട്രീയമില്ല. നേരത്തെ അദ്ദേഹം ഈ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്, ഇപ്പോൾ അഭിനന്ദിക്കുന്നു. അതിലെങ്ങനെയാണ് തെറ്റ് കണ്ടെത്തുക? സെക്രട്ടറിക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഏറ്റവും കരുത്തുറ്റ നേതാവ് തന്നെയാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാറ്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ യൂണിയൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിലായി പാറ പോലെ ഉറച്ചു നിൽക്കും പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ എന്നീ അവസരത്തിന് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഏതോ ഒരു കുടുംബത്തിലെ 4 നായന്മാർ NSS നിന്ന് രാജിവെച്ചു. അപ്പോൾ ചോദിച്ചാൽ അവർക്ക് പോയി, അല്ല നമുക്കെന്താ? ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ള 4 നായന്മാർ, ഒരു കുടുംബത്തിലെ 4 നായന്മാർ NSS നിന്ന് രാജിവെച്ചു എന്ന് TV എഴുതി കാണിച്ചാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലുള്ള മുഴുവൻ നായന്മാരും NSS നിന്ന് രാജിവെക്കുമെന്നാണ്. NSSുമായി UDFന് അകൽച്ചയില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ജി സുകുമാരൻ നായർ കോൺഗ്രസിനെ വിമർശിച്ചത് തിരിച്ചടിയൊന്നുമല്ല. സുകുമാരൻ നായരെ നേരിൽ കാണും. എല്ലാ സമുദായ സംഘടനകളുമായും നല്ല ബന്ധമാണുള്ളത്. CPMനോട് സുകുമാരൻ നായർക്ക് അനുഭാവമുള്ളതായി തോന്നുന്നില്ല. സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സ് ഉയർത്തിയതിനു പിന്നിൽ ആരാണെന്ന് അറിയില്ലെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. ഒരിക്കലും തിരിച്ചടിയാവില്ല. NSS ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറഞ്ഞതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. സമദൂര സിദ്ധാന്തം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഞങ്ങൾക്കില്ല.
സമുദായ സംഘടനകളോട് കോൺഗ്രസിന് ബഹുമാനമെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. NSSന് എതിരായ വിമർശനങ്ങളിൽ കോൺഗ്രസ് പങ്കാളികളല്ല. പരസ്യമായി കോൺഗ്രസ് ഒന്നും പറയേണ്ടതില്ല. സമുദായ സംഘടനകൾക്ക് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാം. സമുദായങ്ങളെ ചേർത്തു പിടിക്കുന്നത് PR വർക്കാണെന്നും KC പറഞ്ഞു. കോൺഗ്രസ് പങ്കാളിയല്ല. സമുദായ സംഘടനകളോട് ബഹുമാനപൂർവ്വം നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത് എല്ലാ സമുദായങ്ങളോടും ബഹുമാനത്തോടെ അവരുടെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിലൊക്കെ തന്നെ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇത്തരം പ്രചരണങ്ങളിലൊന്നും കോൺഗ്രസിന് ഒരു പങ്കാളിത്തവും ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാകില്ല. സമുദായ സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമായ തീരുമാനമെടുക്കുമ്പോൾ അതിനെ കോൺഗ്രസ് പരസ്യമായി വിമർശിക്കാൻ പോകേണ്ട കാര്യമില്ല. NSSന് നേരെ നടക്കുന്ന സൈബർ ആക്രമണം അപലപനീയമെന്ന് ഹിന്ദു പാർലമെന്റ്. ശബരിമല വികസനം ലക്ഷ്യമാക്കി സർക്കാർ അയ്യപ്പ സംഗമം നടത്തുകയും ആചാരലംഘനത്തിന് കൂട്ടുനിൽക്കില്ലെന്ന് NSSന് ഉറപ്പു നൽകുകയും ചെയ്തു. NSS അതിനെ എതിർത്തില്ല എന്നതുകൊണ്ട് NSS CPMന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ അസ്ഥാനത്താണെന്ന് ഹിന്ദു പാർലമെന്റ് ജനറൽ സെക്രട്ടറി CP സുഗതൻ പറഞ്ഞു. NSS നിലപാട് മാറ്റിയതായി അറിവില്ല. കേന്ദ്രം ഭരിക്കുന്ന BJP ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും UDF കരക്കിരുന്ന രാഷ്ട്രീയ ലാഭം കൊയ്യുന്നു എന്നുള്ള NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന ഹിന്ദു പാർലമെന്റ് അംഗീകരിക്കുന്നുവെന്നും CP സുഗതൻ കോട്ടയത്ത് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് മലപ്പുറത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പക്ക CPMന്റെ കൂടെ നിൽക്കുക. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് BJPക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി ഡൽഹിയുടെ മുൻ താരം മിഥുൻ മൻഹാസിനെ തെരഞ്ഞെടുത്തു. ഇന്ന് മുംബൈയിൽ ചേർന്ന BCCI വാർഷിക പൊതുയോഗമാണ് റോജർ ബിന്നിയുടെ ഒഴിവിലേക്ക് മിഥുനെ തെരഞ്ഞെടുത്തത്. BCCIയുടെ 37ാമത് പ്രസിഡന്റാണ് മിഥുൻ. ദേവജിത്ത് സൈക്കിയ BCCI സെക്രട്ടറി സ്ഥാനത്ത് തുടരും. ജയ്ഷായിക്ക് പകരക്കാരനായാണ് സൈക്കിയ സെക്രട്ടറി സ്ഥാനത്തെത്തിയത്. വൈസ് പ്രസിഡന്റായി രാജീവ് ശുക്ലയും ട്രഷററായി പ്രഫ് തേജ് ഭാട്ടിയെയും തെരഞ്ഞെടുത്തു. ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 147 റൺസ് വിജയലക്ഷ്യം. 19 പോയിന്റ് ഒരു ഓവറിലാണ് പാകിസ്ഥാൻ ഓൾ ഔട്ടായത്. കുൽദീപ് യാദവ് 4 വിക്കറ്റ് എടുത്തപ്പോൾ വരുൺ ചക്രവർത്തി, അക്ഷർ പട്ടേൽ, ബുംറ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. പാകിസ്ഥാന് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയ ഫർഹാനും ഫക്കാർ സമാനും മാത്രമാണ് ചെറുത്തുനിന്നത്. 9 വിക്കറ്റ് നേടിയ സ്പിന്നർമാർ പാകിസ്ഥാനെ തകർത്തത്. അതേസമയം ഇന്ത്യക്ക് മോശം തുടക്കം. 2 വിക്കറ്റ് നഷ്ടമായി. അഭിഷേക് ശർമ്മയും സൂര്യകുമാറും പുറത്തായി. രാജ്ഭവന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും വ്യക്തമാക്കുന്ന ത്രൈമാസിക രാജഹംസം പ്രകാശനം ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശി തരൂർ MPക്ക് നൽകിയാണ് മാസികയുടെ പ്രകാശനം നിർവഹിച്ചത്. ആദ്യ പതിപ്പിൽ ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച ആർട്ടിക്കിൾ 200-നെക്കുറിച്ചുള്ള ലേഖനത്തിലെ അഭിപ്രായ വ്യത്യാസം മുഖ്യമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഗവർണറെയും രാജ്ഭവനെയും സംബന്ധിച്ച വാർത്തകളും ആനുകാലിക ദൈക്ഷണിക പ്രാധാന്യമുള്ള ലേഖനങ്ങളും ഉൾപ്പെടുത്തി ഇനി മുതൽ പുറത്തിറങ്ങുന്ന ത്രൈമാസികയാണ് രാജഹംസം. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശി തരൂർ MPക്ക് നൽകി മാസികയുടെ പ്രകാശനം നിർവഹിച്ചു. ഭാരതാംബ വിഷയം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സർക്കാരും രാജ്ഭവനും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലാണ് മാസികയുടെ പ്രകാശനം നിർവഹിക്കാൻ മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തിയത്. രാജഹംസത്തിന് ആശംസകൾ നേർന്നതോടൊപ്പം ആദ്യ പതിപ്പിൽ ഗവർണറുടെയും നിയമസഭയുടെയും അധികാരങ്ങൾ വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ 200-നെക്കുറിച്ചുള്ള ലേഖനത്തിലെ അഭിപ്രായ വ്യത്യാസവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആർട്ടിക്കിൾ 200 എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൊണോഡ്രം എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട്. ഇതിൽ ഭരണഘടനയുടെ 200-ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവൻ്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നുവെന്ന് ആരും കരുതേണ്ടതില്ല. രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള പാലമായി രാജഹംസം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാസിക ഏറ്റുവാങ്ങിയ ശശി തരൂർ MP പറഞ്ഞു. What better name then for a journal whose job it is and seeks to convey truth, culture and values from the Raj Bhavan to the people of Kerala. I hope that Rajahams will similarly become a bridge between the governance of the state and the governed of the state.
രാജ്ഭവനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രവർത്തന രീതി എന്തൊക്കെയാണെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് രാജഹംസമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. Reason why we are trying to tell everybody what is happening in Raj Bhavan, how the governor is behaving, how the governor has to do what he has to do, how he has to present himself before the public, the state, how he has to be there with the government, what are his relations, what are his thoughts. All these things are to be depicted and to be presented before the public. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP നേതാവ് കുമ്മനം രാജശേഖരൻ, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ, മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ ക്ഷണിക്കപ്പെട്ട പ്രമുഖർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. കോഴിക്കോട് കുറ്റിക്കടവിലെ പാലം ശോചനീയാവസ്ഥയിലായതോടെ പാലത്തിലൂടെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. വീതി കുറഞ്ഞ പാലമായതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ തകർന്ന കൈവരികൾക്ക് സമീപത്തായി കയറി നിൽക്കേണ്ടി വരുന്നതാണ് നാട്ടുകാർക്ക് പ്രതിസന്ധിയാകുന്നത്. മന്ത്രിമാർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ വന്നതോടെ പ്രതിഷേധം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെ നീക്കം. പുതിയ പാലത്തിനായുള്ള കാത്തിരിപ്പും നീളുന്നു. മുക്കം, താമരശ്ശേരി, കൊടുവള്ളി, NIT, ചെറുപ്പ, MVR ആശുപത്രി, സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്കെല്ലാം പോകാൻ ആളുകൾ ആശ്രയിക്കുന്ന ഒരേയൊരു പാതയാണ് കുറ്റിക്കടവ് പാലം. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് അഹമ്മദ് MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ചെറുപുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നുപോകാൻ കഴിയുന്ന പാലം നവീകരണമോ അറ്റകുറ്റപ്പണികളോ നടത്താതെ അപകടാവസ്ഥയിലാണ്. പാലത്തിലൂടെ ഒരേ സമയം ഒരു ഭാഗത്തേക്ക് മാത്രമേ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയൂ. ഈ സമയം മറ്റു വാഹനങ്ങൾ റോഡിലായി നിർത്തിയിടേണ്ട അവസ്ഥയാണ്. പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ വാഹനങ്ങൾ വന്നാൽ മാറി നിൽക്കാൻ പോലും സ്ഥലമില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഈ ചെറിയ മക്കൾ സ്കൂളിലേക്ക് പോകണോല് ഒക്കെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ സ്കൂൾ ബസ് നിരന്തരം പോണ റോഡാണ്. ആ റോഡുമേലൊക്കെ പോകുമ്പോൾ ഈ മക്കളൊക്കെ ബൈമേൽ നിന്നിട്ട് സ്കൂളിലേക്ക് വരാൻ വരെ നേരം വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ പാലം നിലനിർത്തി കുറ്റിക്കടവിൽ പുതിയ പാലം നിർമ്മിക്കാനുള്ള സാധ്യതാ പഠനത്തിനും ഭൂമി ലഭ്യമാക്കുന്നതിനും സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഭൂമി വിട്ടു നൽകാൻ ഉടമസ്ഥർ തയ്യാറാകാത്തത് പ്രതിസന്ധിയാകുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിൽ നിരവധി വലിയ പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ കുറ്റിക്കടവുകാരുടെ ആവശ്യം മാത്രം അധികൃതർ നിരസിക്കുകയാണെന്ന് കുറ്റിക്കടവ് പാലം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റസാഖ് മങ്ങാട്ട് ആരോപിച്ചു. ഒരു സ്ഥലത്ത് ഭീമമായ സംഖ്യ ചെലവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അവിടെ ഒരു പാലം പണിതിട്ട് അപ്രോച്ച് റോഡ് പോലും നിലവിലില്ല. ഇത് ആവശ്യമായ ഒരു കാര്യത്തിന് നിറവടി കൂട്ടിയിട്ട് ഇത് പറയുന്നത് എന്താണ് ഞങ്ങൾ നാട്ടുകാർക്ക് കൊണ്ട് ഇങ്ങനെ ഒരു ഇത് അധികൃതർക്ക് ഉണ്ടായത് എന്ന് ഞങ്ങൾക്കറിയില്ല. കൈവരിയടക്കം തകർന്ന് പാലം അപകടാവസ്ഥയിലായിട്ടും അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപകടം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് നാട്ടുകാർ. ക്യാമറമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. വർഷങ്ങളേറെയായി നാട്ടുകാർ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുകയാണ്. പുതിയ പാലത്തിനായി ചിലർ ഭൂമി വിട്ടു നൽകാത്തതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. ഒരു 10 വർഷമായിട്ട് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക പാലം വിപുലീകരിക്കാനും പാലം വലുതാക്കാനും വേണ്ടി. ഇതൊരു നടപ്പാലത്തിൻ്റെ പ്രയോജനം മാത്രമേ ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ. ഹെവി വാഹനങ്ങൾ പോകാൻ കഴിയുന്നില്ല. ഉള്ള പാലം തന്നെ അപകടാവസ്ഥയിലാണ്. ധാരാളം സ്കൂൾ കുട്ടികൾ, രോഗികൾ എല്ലാവരും യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വഴിയും ഒരു റോഡും പാലവുമാണ്. ആക്ഷൻ കമ്മിറ്റി നിരവധി MLA, MP തുടങ്ങിയ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തൊക്കെ നിവേദനമായിട്ടും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. എല്ലാ ആളുകളും പരിഹരിക്കുക എന്നല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് ഒരു ബദലായിക്കൊണ്ട് ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തൂടെ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പാലം ഈ അപ്പുറത്തെ ഭാഗത്തൂടെ ആ പള്ളിക്ക് മുമ്പിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു പാലത്തിൻ്റെ പ്രപ്പോസൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് MLA പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തെങ്കിലും ഒരു വ്യക്തി സ്ഥലം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ സ്ഥലം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ആ പാലം ഇതിൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ. ഒരുപാട് കാലമായിട്ടുള്ള ആളുകളൊരു പ്രയാസമാണ് ഈ പാലം നന്നാക്കുക എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല.
ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്നും ലക്ഷ്മി നൽകും. ലക്ഷ്മി, വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ കൈവരിക്കും ടിപ്പർ ലോറിക്കുമിടയിൽപ്പെട്ട് മരിച്ചിരുന്നു. ഇതിനിടെ പുതിയ പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതി നൽകിയിട്ടും ഇതുവരെയും പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുമില്ല. ലക്ഷ്മി, വർഷങ്ങളേറെയായിട്ട് കുറ്റിക്കടവ് പാലം അപകടാവസ്ഥയിലാണ്. ഇതിനിടെ ഇവിടെ ഒരു അപകടവും നടന്നിരുന്നു. അതായത് ഈ ഒരു കുറ്റിക്കടവ് പാലത്തോടെ പോകുന്ന വാഹനവും അതുപോലെ തന്നെ കൈവരിക്ക് ഇടയിൽപ്പെട്ട ഒരാൾ മരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നിട്ട് പോലും അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണമാണ് ഇവിടെയുള്ള നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അവർ പറയുന്നത് ഈ ഒരു പാലത്തിലൂടെ വർഷങ്ങളേറെയായിട്ടുള്ള പാലമാണ്. 4 ചക്രവാഹനങ്ങൾക്ക് മാത്രമേ ഇതിലൂടെ സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു സമയത്ത് ഈ ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ. കുട്ടികൾക്കടക്കം സഞ്ചരിക്കണമെങ്കിൽ ഈ ഒരു വാഹനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെയുള്ള നാട്ടുകാരടക്കം നേരിടുന്നുണ്ട്. മുക്കം, അതുപോലെ തന്നെ കൊടുവള്ളി എന്നീവിടങ്ങളിലേക്കെല്ലാം പോകുന്ന പ്രധാനപ്പെട്ട വഴി കൂടിയാണ്. അപ്പോൾ ഈ ഒരു പാലം, പുതിയതായിട്ടൊരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ശക്തമാക്കുന്നുണ്ട്. ഇതിനുള്ള ടെൻഡർ നടപടികളടക്കം നടക്കുകയാണ്. ഇതിനായി സർക്കാർ ഫണ്ടും വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പുതിയ പാലത്തിനായിട്ടുള്ള സ്ഥലം ഉടമസ്ഥർ നൽകുന്നില്ല എന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഈ ഒരു ഭൂമി കൂടി നൽകിയാൽ മാത്രമേ പുതിയ പാലം യാഥാർത്ഥ്യമാവുകയുള്ളൂ. എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ അടക്കം ആരംഭിക്കണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇനിയും അതിനുള്ള നടപടി ആയിട്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് നാട്ടുകാരുടെയും പാലം വികസന സമിതിയുടെ അടക്കം തീരുമാനം. അതേസമയം പ്രധാനമായി ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. ആവശ്യം ഇല്ലാത്ത സ്ഥലത്ത് വെറുതെ ആവശ്യമില്ലാത്ത 3 കുടുംബങ്ങൾക്കടക്കം വേണ്ടി പുതിയൊരു പാലം പണി കഴിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു സ്ഥലത്തേക്കുള്ള പാലം മാത്രം പണി കഴിപ്പിക്കുന്നില്ലെന്ന പ്രധാനപ്പെട്ട ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ശരി, വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും ലക്ഷ്മി നൽകിയത്. ജനങ്ങളിൽ നിന്നും നേരിട്ട് പരാതികൾ കേൾക്കാൻ തയ്യാറെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ CM വിത്ത് മീ എന്ന പരിപാടിയിലൂടെയാണ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പരാതികൾ കേൾക്കാൻ വഴിയൊരുക്കുന്നത്. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് പ്രവർത്തനം ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി നിർവഹിക്കും. ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനുമായാണ് CM വിത്ത് മീ എന്ന പരിപാടിക്ക് സർക്കാർ തുടക്കം കുറിക്കുന്നത്. വെള്ളയമ്പലത്ത് ആരംഭിച്ച കോൾ സെന്ററിലേക്ക് ടോൾ ഫ്രീ ആയി ജനങ്ങൾക്ക് പരാതികൾ വിളിച്ചറിയിക്കാം. ഹലോ, എന്നോടൊപ്പം CM ആണോ? ഹലോ, എന്നോടൊപ്പം മുഖ്യമന്ത്രിയാണോ? ഹലോ, ഞങ്ങളോടൊപ്പം മുഖ്യമന്ത്രിയാണോ? ഹലോ, എന്നോടൊപ്പം മുഖ്യമന്ത്രിയാണോ? ഹലോ, CM വിത്ത് മീ. അതെ. കോൾ സെന്ററിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. ജനങ്ങൾ വിളിച്ചറിയിക്കുന്ന വിശദമായ പരാതികൾക്ക് പരിഹാരം കാണുകയും അവ തിരികെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി. ടോൾ ഫ്രീ നമ്പറായ 1800-425-6789 വിളിച്ച് ജനങ്ങൾക്ക് പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇതിന് പ്രത്യേകം പേജുകളും ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് ജനമനസ്സുകളിൽ ഇടം നേടുക എന്നതാണ് CM വിത്ത് മീ എന്ന പരിപാടിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ. ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിലാണ് മോഹൻലാലിനെ സർക്കാർ ആദരിക്കുക. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പങ്കെടുക്കും. സെപ്റ്റംബർ 23-നാണ് മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയത്.